Okay, finally we will get mod x of j omega is equal to 1 by square root of a square plus omega square. Okay, mod x of j omega is equal to 1 by square root of a square plus omega square. Okay, so ഈ ഒരു ടേം അവിടെ നമ്മൾ വെക്കുക. നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം, ഫേസ് വാല്യൂം കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യാം. വാട്ട് ഈസ് ദ ആംഗിൾ എക്സ് ഓഫ് ജി ഒമേഗ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒമേഗക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കറസ്പോണ്ടിങ് മോഡ് എക്സ് ഓഫ് ജെ ഒമേഗയും ആംഗിൾ എക്സ് ഓഫ് ജെ ഒമേഗയും ഒരു ടേബിൾ ആക്കി കൺസ്ട്രക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആംപ്ലിറ്റ്യൂഡ് സ്പെക്ട്രവും ഫേസ് സ്പെക്ട്രവും വരക്കാം. ഓക്കെ, സോ നമ്മൾ മോഡ് എക്സ് ഓഫ് ജെ ഒമേഗ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് we have to find angle x of j omega. Okay, angle x of j omega means angle 1 by a plus j omega. റിയൽ ആൻഡ് ഇമാജിനറി പാർട്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതിയതായിരുന്നു. ഓക്കെ, സിഗ്നൽ കോംപ്ലക്സ് ആണെങ്കിൽ ആംഗിൾ ജെ ബി എന്താണ് ഈക്വൽ ടു tan inverse b by a. Okay, tan inverse imaginary പാർട്ടിന്റെ കോഎഫിഷ്യന്റ് ഡിവൈഡഡ് ബൈ റിയൽ പാർട്ടിന്റെ കോഎഫിഷ്യന്റ്. അല്ലെങ്കിൽ റിയൽ പാർട്ട് വേറെ കോഎഫിഷ്യന്റ് ഇല്ല, റിയൽ പാർട്ട് ഇറ്റ്സെൽഫ്. അല്ലെങ്കിൽ tan inverse ഓഫ് ഇമാജിനറി പാർട്ട് ബൈ റിയൽ പാർട്ട്. ഓക്കെ, അതാണ് എന്ത് ആംഗിൾ. ഇവിടെയാണെങ്കിൽ ആംഗിൾ എക്സ് ഓഫ് ജെ ഒമേഗ നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് ഏതാണ്, മൈനസ് ഒമേഗ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ്, ഡിവൈഡഡ് ബൈ റിയൽ പാർട്ട് ഏതാണ്, ഇതാണ് അല്ലെ, എ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഓക്കെ, ദെൻ ഡിനോമിനേറ്ററിൽ രണ്ടും എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഉണ്ട്, അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് മൈനസ് ഒമേഗ ബൈ എ. Okay, this is the angle x of j omega. Okay, നമുക്ക് മോഡ് എക്സ് ഓഫ് ജി ഒമേഗയും കിട്ടി, ആംഗിൾ എക്സ് ഓഫ് ജി ഒമേഗയും കിട്ടി. ഓക്കെ, ദെൻ നമുക്ക് ഡിഫറെന്റ് റാൻഡം വാല്യൂസ് ഓഫ് ഒമേഗ എടുത്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡ് എക്സ് ഓഫ് ജെ ഒമേഗയും ആംഗിൾ എക്സ് ഓഫ് ജെ ഒമേഗയും കണ്ടുപിടിച്ചിട്ട് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആംപ്ലിറ്റ്യൂഡ് സ്പെക്ട്രവും ഫേസ് സ്പെക്ട്രവും വരക്കാം. ഓക്കെ, സോ നമുക്ക് എന്തൊക്കെ ഒബ്റ്റെയിൻ ചെയ്തു, മോഡ് എക്സ് ഓഫ് ജെ ഒമേഗ ഈസ് ഈക്വൽ ടു വാട്ട്, that is equal to 1 by square root of a square plus omega square. Okay, and what is angle x of j omega, that is equal to tan inverse omega minus omega by a. ഇതില് മോഡ് എക്സ് ഓഫ് ജി ഒമേഗ കണ്ടുപിടിച്ചതിലും ഇതുപോലെ ആംഗിൾ എക്സ് ഓഫ് ജി ഒമേഗ ഫൈൻഡ് ഔട്ട് ചെയ്തതിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സ്റ്റെപ്സ് ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണേ. നിങ്ങൾ ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല, ഇതിൽ എക്സ് ഓഫ് ടി ഡിഫറെന്റ് സിഗ്നൽസ് തരാം, എന്നിട്ട് നിങ്ങൾ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ ആ സ്റ്റെപ്പ് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യണം, ഇനി ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഡിഫറെന്റ് വാല്യൂസ് ഓഫ് ഒമേഗ കൊടുക്കാം. ഓക്കെ, ഇത്ര വരെ കൺസിഡർ ചെയ്താൽ മതി. നമുക്ക് ഇവിടെ ഡിഫറെന്റ് വാല്യൂസ് ഓഫ് ഒമേഗ, ദെൻ വാട്ട് മോഡ് എക്സ് ഓഫ് ജെ ഒമേഗ ആൻഡ് ആംഗിൾ എക്സ് ഓഫ് ജെ ഒമേഗ. ഓക്കെ, ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യണം,
നമ്മുടെ ഈ ട്രാൻസ്ഫോർമേഷൻ ലിമിറ്റ് ഈസ് ഫ്രം -∞ to ഇൻഫിനിറ്റി ആണ് അല്ലേ? അപ്പൊ നമുക്ക് ആ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, -∞, ഇപ്പോൾ ഇഫ് ദ വാല്യൂ ഓഫ് ഒമേഗ ഈസ് -∞, then what is the value of x of j omega? ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ എന്താ കൊടുക്കുന്നത്? -∞ ആണ് കൊടുക്കുന്നത് അല്ലേ? അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ അല്ലേ? മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് വെച്ചാൽ ഒമേഗ സ്ക്വയർ തന്നെ. അപ്പൊ a സ്ക്വയർ പ്ലസ് ഇൻഫിനിറ്റി സ്ക്വയർ, 1/∞ വരും. 1/∞ എന്താണ് വാല്യൂ? 0 ആണ് അല്ലേ? സോ ഇഫ് വാല്യൂ ഓഫ് ഒമേഗ ഈസ് -∞, then mod x of j omega will be equal to 0. And what is angle x of j omega? That is equal to tan inverse, already negative is there അല്ലേ? നെഗറ്റീവ് ഓൾറെഡി മൈനസ് ഒമേഗ ഉണ്ട്. അപ്പം ഒമേഗക്ക് നമ്മൾ -∞ കൊടുക്കുമ്പോൾ നെഗറ്റീവ് കൂടി പ്ലസ് ആവും. സോ ഇൻഫിനിറ്റി ബൈ എ എന്താണ്? What is tan inverse infinity? It is 90. So j omega is equal to 90 degree. Okay, and there is a different value ഉണ്ടാവും. And then we are giving omega. Okay, omega is equal to 0 ആണെങ്കിൽ നോക്കൂ, ഇവിടെ തന്നെ നോക്കാം. 1/√of a square plus 0. Okay, what is the value? That is equal to 1/√of a square, that is equal to 1/a. Okay, ഇതാണ് ഒമേഗ is equal to -∞ ആണ്. ഇതെന്താണ്? ഒമേഗ is equal to 0 ആണ്. അപ്പോൾ നമുക്ക് 1/a കിട്ടി. Okay, അപ്പോൾ എന്ത് ചെയ്യും? mod x of j omega is equal to 1/a. Okay, and what is the value of tan inverse 0/a? Tan inverse 0/a, that is tan inverse 0, that is equal to 0. So angle x of j omega will be equal to 0. Okay, next we can put omega is equal to positive infinity. Okay, if we are giving positive infinity, ഒന്ന് ഇവിടെ ചെക്ക് ചെയ്യുക, സെയിം ആണ് വരിക അല്ലേ? 1/√of a square plus a square plus infinity square വരും. That is equal to 1/∞. 1/∞ എന്താണ്? 0 ആണ്. And tan inverse in the case ആണെങ്കിലോ, tan inverse -∞/a വരും. Okay, that is equal to, എന്തുകൊണ്ടാണ് -∞ വരുന്നത്? -ω/a ആണ്. ഓക്കെ, ഒമേഗ is equal to ഇൻഫിനിറ്റി കൊടുക്കുന്ന സമയത്ത് -∞/a വരും. That is equal to tan inverse -∞, that is equal to -90 degree. Okay, tan infinity 90 degree, tan inverse infinity 90 degree ആണ്. tan inverse -∞ -90 degree ആണ്. Okay, so this is the values of x of j omega and angle x of j omega for random values of omega. Okay, അപ്പോൾ angular frequency നമ്മൾ -∞, 0 and positive infinity കൊടുക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള angle x of j omegയും magnitude of x of j omegയും ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഫേസ് സ്പെക്ട്രവും മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്പെക്ട്രവും പ്ലോട്ട് ചെയ്യാം അല്ലേ? ഇനി അത് നോക്കാം, എങ്ങനെ പ്ലോട്ട് ചെയ്യാം. ഫസ്റ്റ് എന്താണ്? നമുക്ക് ആംപ്ലിറ്റ്യൂഡ് സ്പെക്ട്രം നോക്കാം. ആംപ്ലിറ്റ്യൂഡ് സ്പെക്ട്രം എക്സ് ആക്സിസിൽ ഒമേഗ എടുക്കും, വൈ ആക്സിസിൽ മോഡ് എക്സ് ഓഫ് ജെ ഒമേഗ എടുക്കും. ഓക്കെ, എന്നിട്ട് ആ ടേബിൾ നോക്കുക. -∞ ആണെങ്കിൽ 0, പോസിറ്റീവ് ഇൻഫിനിറ്റി ആണെങ്കിൽ 0. ആൻഡ് വാട്ട് ഈസ് ദ വാല്യൂ അറ്റ് ഒമേഗ ഈക്വൽ ടു 0? At omega equal to 0, x of j omega is equal to 1/a. Okay, so ആ വാല്യൂ ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കാണിക്കേണ്ടത്. So we can draw this magnitude spectrum like this. This is what? 1/a. Okay, and ഇതെന്ത് ചെയ്യും? ഇത് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്ന അനുസരിച്ച് അതെന്ത് ചെയ്യും? 0ലേക്ക് വരും. സിമിലർലി ഈ സൈഡ് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് വരുന്ന അനുസരിച്ച് ഇതുപോലെ ഇങ്ങനെ 0ലേക്ക് പോകും. ഇതുപോലെ ഇങ്ങനെ 0ലേക്ക് പോകും. ഓക്കെ, ഇത് ഞാൻ മുന്നേ പറഞ്ഞു അല്ലേ? ഫോറിയർ ട്രാൻസ്ഫോമിന്റെ കേസിലാണെങ്കിൽ ദ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം വിൽ ബി ലൈക്ക് ദിസ്. ഒരു കണ്ടിന്യൂസ് വേവ് ആയിരിക്കും. ഇപ്പൊ ഈ രീതിയിലാണ് വരിക. ഓക്കെ, ദിസ് ഇസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓർ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വാട്ട് ഈസ് ഫേസ് സ്പെക്ട്രം? ഫേസ് സ്പെക്ട്രം വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? We will take omega along x axis and angle x of j omega along y axis.
Okay, and then table on the look at the table here. X of j omega has values plus 90 degree at omega is equal to minus infinity, and minus 90 degree at omega is equal to positive infinity, and it has value 0 at omega equal to 0. Okay, so ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫേസ് സ്പെക്ട്രം പ്ലോട്ട് ചെയ്യണം. ഓക്കെ, സോ സീറോയിൽ എന്താണ്, 0 ആണ്. ഇവിടെ 90 ഡിഗ്രി, ഇവിടെ മൈനസ് 90 ഡിഗ്രി. ഓക്കെ, സോ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും negative infinity ലാണ് 90 degree, positive infinity minus 90 degree. So the spectrum will be like this. നോക്കുക, ഇതുപോലെയാണ് സ്പെക്ട്രം ഉണ്ടാകുക. ഓക്കെ, മാക്സിമം മൈനസ് 90 മൈനസ് 90. ഇതുപോലെയുള്ള ഈ രീതിയിലാണ് എന്ത് ചെയ്യുക, ഇതിന്റെ ഫേസ് സ്പെക്ട്രം ഉണ്ടാകുക. ഓക്കെ, ഇറ്റ് ക്ലിയർ. ഫേസ് സ്പെക്ട്രം ഇതുപോലെ കണ്ടിന്യൂസ് ആയിരിക്കും. ക്ലിയർ അല്ലേ? മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രവും ഫേസ് സ്പെക്ട്രവും വെച്ചത് ക്ലിയർ അല്ലേ? Any doubts? Okay. So what we are doing here, first of all we have to find the Fourier transform, okay, by using the equation. Then after finding Fourier transform, we have to find the amplitude spectrum and phase spectrum. Okay, for that we have to find mod x of j omega and angle x of j omega. Okay, നമ്മൾ ഓൾറെഡി ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന x of j omega വാല്യൂ യൂസ് ചെയ്തിട്ട് mod x of j omega കണ്ടുപിടിക്കുക, angle x of j omega ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, ദെൻ അത് യൂസ് ചെയ്തിട്ട് ഡിഫറെന്റ് വാല്യൂസ്, ഒരു ഒമേഗക്ക് റാൻഡം വാല്യൂസ് കൊടുക്കാം. ഓക്കെ, റാൻഡം വാല്യൂസ് കൊടുത്തിട്ട് അതിലൊക്കെയുള്ള കറസ്പോണ്ടിങ് മോഡ് എക്സ് ഓഫ് ജെ ഒമേഗയും ആംഗിൾ എക്സ് ഓഫ് ജെ ഒമേഗയും ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ബൈ യൂസിങ് ദ ടേബിൾ യു ക്യാൻ പ്ലോട്ട് ആംപ്ലിറ്റ്യൂഡ് സ്പെക്ട്രം ആൻഡ് ഫേസ് സ്പെക്ട്രം. ഇവിടെ ശ്രദ്ധിക്കുക, ഈ സ്പെക്ട്രം ഒരു കണ്ടിന്യൂസ് വേവ് ആയിരിക്കും. ഓക്കെ, ഫോറിയർ ട്രാൻസ്ഫോമിന്റെ കേസ് ആണെങ്കിൽ സ്പെക്ട്രം ഒരു കണ്ടിന്യൂസ് വേവ് ആയിരിക്കും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഈ രീതിയിലാണ് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓക്കെ, ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദ സിഗ്നൽ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ സിഗ്നൽ തരും. അതിന്റെ കൂടെ തന്നെ ഓൾസോ പ്ലോട്ട് ഫ്രീക്വൻസി സ്പെക്ട്രം ചോദിക്കും. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തു നോക്കാം. Please write down the question. Find the Fourier transform of x of t is equal to e raised to minus a into mod t. Okay, this is the question. Find the Fourier transform of x of t is equal to e raised to minus a into mod t and plot its magnitude and phase spectrum. Okay,
നമുക്ക് സൊല്യൂഷൻ നോക്കാം. ഒന്ന് വേഗം ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തേ. Here, what is it? X of t is equal to a raised to minus of a into mod t. Okay, this is the time domain signal. X of t is equal to a raised to minus of a into mod t. Okay, where a mod t means endana? Mod t engane define cheya? Mod t engane define cheyum? T if t equal to positive and minus t if t equal to negative. അല്ലേ? mod t അങ്ങനെയല്ലേ? mod t എങ്ങനെയാണ്? t എപ്പോഴും if t is positive then its value is positive t and if t is negative then it is minus t. അതാണ് mod t എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എക്സ് ഓഫ് ടീനെ എങ്ങനെ പറയാം? ഇവിടെ ഇപ്പം ഇങ്ങനൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഇവിടെ ഒരു ടേം എക്സ്ട്രാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാണ്? ഇ റൈസ് ടു മൈനസ് ഓഫ് എ ടി അല്ല, ഇ റൈസ് ടു മൈനസ് ഓഫ് എ ഇൻറ്റു മോഡ് ടി ആണ്. ഓക്കെ, അപ്പൊ മോഡ് ടി എന്ന് പറയുന്ന വാല്യൂ വിൽ ബി ഈക്വൽ ടു ടി വെൻ ടി ഈസ് പോസിറ്റീവ് ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് ടി വെൻ ടി ഈസ് നെഗറ്റീവ്. ഓക്കെ, രണ്ടാണെങ്കിൽ മോഡ് ടീന്റെ വാല്യൂ സെയിം ആയിരിക്കും. ഓക്കെ, മോഡ് ടി എന്ന് പറഞ്ഞാൽ അത് ഈക്വൽ ടു ടി ആയിരിക്കും എപ്പോഴും. ടി പോസിറ്റീവ് ആണെങ്കിൽ ഈക്വൽ ടു മൈനസ് ടി ആയിരിക്കും എപ്പോഴും, അത് നെഗറ്റീവ് ആകുമ്പോൾ. ഓക്കെ, സോ എക്സ് ഓഫ് ടി നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എ ടി ഫോർ ടി ഈക്വൽ ടു പോസിറ്റീവ്. ഓക്കെ, ആൻഡ് ഇ റൈസ് ടു എ ടി ഫോർ ടി ഈക്വൽ ടു നെഗറ്റീവ്. അത് വന്നത് മനസ്സിലായോ? നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ ഉള്ളത്? ഇ റൈസ് ടു മൈനസ് എ ഇൻറ്റു മോഡ് ടി ആണ് അല്ലേ? ഇഫ് ടി പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? ക്യാപിറ്റൽ ടി പോസിറ്റീവ് ആണെങ്കിൽ പ്ലസ് ടി ആണ് നമുക്ക് കിട്ടുക. ടി പോസിറ്റീവ് ആണെങ്കിൽ മോഡ് ടി ഈസ് ഈക്വൽ ടു എന്താണ്? പ്ലസ് ടി ആണ്. സോ ഈ ടേം എന്താകും? ഇ റൈസ് ടു മൈനസ് എ ഇൻറ്റു ടി, ദാറ്റ് ഈസ് ഇ റൈസ് ടു മൈനസ് എ ടി. ഓക്കെ, ആൻഡ് ഇഫ് ടി നെഗറ്റീവ് ആണെങ്കിൽ, okay, if the t is negative, the positive ആണ്. Okay, if t is negative, then mod t is equal to what? Minus t. Okay, then e raised to minus at will be e raised to minus a into minus t, that is equal to e raised to at. Okay, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. For t positive e raised to minus at and for t negative e raised to at. ഈ ഒരു സെപ്പറേറ്റ് ചെയ്ത് എഴുതിയ കണ്ടീഷൻ ക്ലിയർ ആയോ? ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടോ? ഇ റൈസ് ടു മൈനസ് എ ടി മാത്രം ആയിരുന്നെങ്കിൽ നമുക്ക് ജസ്റ്റ് എക്സ് ഓഫ് ടി ആ വാല്യൂ എടുത്തിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാമായിരുന്നു ഫോറിയർ ട്രാൻസ്ഫോം എന്താണെന്ന്. ഓക്കെ, ബട്ട് ഹിയർ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ഓഫ് എ ഇൻറ്റു മോഡ് ടി ആണ്. ഓക്കെ, മോഡ് ടി ഈസ് ഈക്വൽ ടു മോഡ് ടി ഈസ് ഈക്വൽ ടു പോസിറ്റീവ് ടി if t is positive and mod t is equal to minus t if t is negative. അതാണ് കണ്ടീഷൻ. ഓക്കെ, മോഡ് ടിയുടെ കണ്ടീഷൻ എങ്ങനെയാണ് വരിക? So x of t is equal to e raised to minus at for t is positive and e raised to at for t is negative. ഇത് വന്നത് മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, അത് ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ?
മീൻസ് നമുക്ക് മോഡ് ടി പോസിറ്റീവ് ആണ് എടുക്കുന്നതെങ്കിൽ മോഡ് ടിന്റെ വാല്യൂ എന്താണ് ടി ആണ്. സോ ഇ റേസ് ടു മൈനസ് എ ഇൻറ്റു ടി എന്താവും ഇ റേസ് ടു മൈനസ് എ ടി. അതാണ് ഇ റേസ് ടു മൈനസ് എ ടി ഫോർ ടി പോസിറ്റീവ്. ഓക്കെ, ഇഫ് ടി ഇസ് നെഗറ്റീവ് ആണെങ്കിൽ മോഡ് ടി വിൽ ബി ഈക്വൽ ടു മൈനസ് ടി ആണ്. ഓക്കെ, ദാൻ ഇ റേസ് ടു മൈനസ് എ ഇൻറ്റു മൈനസ് ടി ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എ ടി ആണ്. ആ നെഗറ്റീവ് സൈഡിന് ക്യാൻസൽ ചെയ്ത് പോകും. സോ ഇ റേസ് ടു എ ടി ഫോർ ടി നെഗറ്റീവ്. ഓക്കെ, അത് കിട്ടി. ഇനി നമുക്കിത് നേരെ നമ്മുടെ ഫോറിയർ ട്രാൻസ്ഫോർമേഷൻസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, വാട്ട് ഈസ് ദ ഇക്വേഷൻ? സോ നമുക്ക് എക്സ് ഓഫ് ടിയെ നമുക്ക് ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് എ ടി ഇൻറ്റു യു ഓഫ് ടി പ്ലസ് ഇ റേസ് ടു എ ടി ഇൻറ്റു യു ഓഫ് മൈനസ് ടി. ഓക്കെ, ഇവിടെ എന്താണ് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ ടി ഇൻറ്റു യു ഓഫ് ടി പ്ലസ് ഇ റേസ് ടു എ ടി ഇൻറ്റു യു ഓഫ് മൈനസ് ടി. എന്തുകൊണ്ട് എങ്ങനെ എഴുതുന്നത്? ഇ റേസ് ടു മൈനസ് എ ടി ഫോർ എന്താണ് ടി പോസിറ്റീവ് സൈഡിലാണ് അല്ലെ. അപ്പൊ ടി പോസിറ്റീവ് സൈഡ് മീൻസ് എന്താണ് യു ഓഫ് ടി ആണ്, യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. ഇ റേസ് ടു മൈനസ് എ ടി ഇൻറ്റു യു ഓഫ് ടി എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് ഇ റേസ് ടു എ ടി ഫോർ ടി നെഗറ്റീവ് ആണ്. സോ ടി നെഗറ്റീവ് ആണെങ്കിൽ യു ഓഫ് മൈനസ് ടി ആയിരിക്കും അല്ലെ. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ നേരെ ടൈം റിവേഴ്സ്. ഇവിടെ ടൈം റിവേഴ്സ് ആവുന്ന സമയത്ത് ഇതിന്റെ റേഞ്ച് എന്താണ് 0 ടു മൈനസ് ഇൻഫിനിറ്റി വരെ അതിന് വാല്യൂ 1 ആണ്. ഓക്കെ, ഈ രീതിയിൽ ഇതിനെ മാറ്റി എഴുതാം. ഈ സ്റ്റെപ്പ് ക്ലിയർ ആയോ എന്നൊന്ന് നോക്കിയേ. ഈ സ്റ്റെപ്പ് ക്ലിയർ ആണോ? എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ ടി ഇൻറ്റു യു ഓഫ് ടി പ്ലസ് ഇ റേസ് ടു എ ടി ഇൻറ്റു യു ഓഫ് മൈനസ് ടി. ഇത് ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമുക്കിത് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇ റേസ് ടു മൈനസ് എ ഇൻറ്റു മോഡ് ടി വന്നതുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇ റേസ് ടു മൈനസ് എ ടി മാത്രമാണെങ്കിൽ ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് അതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ നെക്സ്റ്റ് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ നമ്മുടെ അല്ലെങ്കിൽ വാല്യൂ ഓഫ് എക്സ് ഓഫ് ടി നമ്മുടെ ഫോറിയർ ട്രാൻസ്ഫോം ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എക്സ് ഓഫ് ജെ ഒമേഗ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി ആണ്. ഓക്കെ, ഹിയർ ഇൻസ്റ്റെഡ് ഓഫ് എക്സ് ഓഫ് ടി വാട്ട് ഇസ് ദ വാല്യൂ? ഇ റേസ് ടു മൈനസ് എ ടി യു ഓഫ് ടി പ്ലസ് ഇ റേസ് ടു എ ടി u of minus t. Okay, this is x of t, that is into e raised to minus j omega t dt. Okay, ഇനി നമുക്ക് ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. Here e raised to minus at into u of t plus e raised to at into u of minus t into e raised to minus j omega t ആണ്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് e raised to minus j omega t ഇതിന്റെ ഇന്ന സൈഡിലേക്ക് എടുത്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ we will get x of j omega is equal to integral minus infinity to infinity e raised to minus at into e raised to minus j omega t into u of t into dt plus integral minus infinity to infinity e raised to at into e raised to minus j omega t into u of minus t into dt. ഓക്കെ, ഇതുപോലെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം അല്ലേ. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ then we will get here e raised to minus at into e raised to minus j omega t. ഓക്കെ, നമുക്കതിനെ അതുപോലെ തന്നെ നോക്കിയാൽ യു ഓഫ് ടി ഉണ്ട്. യു ഓഫ് ടി ആണെങ്കിൽ ദ ലിമിറ്റ് വിൽ ബി ഫ്രം 0 ടു ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, സോ ഇ റേസ് ടു മൈനസ് കോമൺ ആയി പുറത്തെടുക്കുക.
a plus j omega into t into dt എന്ന് എഴുതാം. ഓക്കെ, 0 to infinity u of t യുടെ വാല്യൂ 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഡി ടി പ്ലസ് ഈ സെക്കൻഡ് ലിമിറ്റ് നോക്കിയേ യു ഓഫ് മൈനസ് ടി ആണ്. സോ ലിമിറ്റ് എങ്ങനെയാ വരിക? മൈനസ് ഇൻഫിനിറ്റി ടു 0 ആയിരിക്കും അല്ലെ. യു ഓഫ് ടി ആണെങ്കിൽ 0 to infinity ആണ് അതിന് വാല്യൂ ഉള്ളത്. യു ഓഫ് മൈനസ് ടി ആണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 വരെയാണ് വാല്യൂ ഉള്ളത്. ഓക്കെ, മൈനസ് ഇൻഫിനിറ്റി ടു 0 ഇ റൈസ് ടു നമുക്ക് നെഗറ്റീവ് തന്നെ പുറത്തേക്ക് എടുക്കാം. e raised to minus of here e raised to a minus j omega into t into dt. ഓക്കെ, ഇതുപോലെ എഴുതാം. ഇവിടെ എക്ക് പോസിറ്റീവ് ആണ്, ഇ റേസ് ടു എ ടി ആണ്. ഓക്കെ, സോ എ മൈനസ് ജെ ഒമേഗ ഇൻറ്റു ടി ഡി ടി ഇതുപോലെ എഴുതി. നെക്സ്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇ റേസ് ടു മൈനസ് എ പ്ലസ് ജെ ഒമേഗ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ മൈനസ് എ പ്ലസ് ജെ ഒമേഗ ലിമിറ്റ് 0 to infinity plus e raised to a minus j omega to t divided by a minus j omega. So ലിമിറ്റ് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇ റേസ് ടു മൈനസ് 0 ഡിവൈഡ് ബൈ മൈനസ് എ പ്ലസ് ജെ ഒമേഗ പ്ലസ് ഇ റേസ് ടു ഇൻഫിനിറ്റി മൈനസ് e raised to 0 minus e raised to minus infinity divided by a minus j omega. Okay, then here e raised to minus infinity എന്താണ്? 0 ആണ്. So minus e raised to minus 0 that is minus 1 ആണ് വാല്യൂ. ആൻഡ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ക്യാൻസൽ ചെയ്യാം. സോ ഇതിന് നമുക്ക് 1 by a plus j omega പ്ലസ് ഹിയർ എന്താണ്? ഇ റേസ് ടു 0 1 ആണ്. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി പറയുന്നത് 0 ആണ്. സോ ഇവിടെ ഇ റേസ് ടു 0 1 ഡിവൈഡ് ബൈ എ മൈനസ് ജെ ഒമേഗ. ഓക്കെ, എക്സ് ഓഫ് ജെ ഒമേഗ നമുക്ക് ഫൈനലി ഈ വാല്യൂ കിട്ടും. ഇനി ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ ഇതിനെന്താ? ഇതുപോലെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ രണ്ട് ഫ്രാക്ഷൻസ് ആണ്. ഓക്കെ, അതിനെ ആഡ് ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എ മൈനസ് ജെ ഒമേഗ പ്ലസ് എ പ്ലസ് ജെ ഒമേഗ divided by a plus j omega into a minus j omega. Okay, and this is equal to what? Minus j omega and plus j omega cancel. That is equal to 2a divided by, in the denominator, a plus b into a minus b formula. Okay, so a square minus b square. That is a square plus omega square. a square minus b square ആണ്. ബട്ട് b എന്താണ്? ഇവിടെ j omega ആണ്. അപ്പൊ j square omega square എന്ന് പറഞ്ഞാൽ എന്താ? ജെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്, മൈനസ് 1 ആണ്. സോ ആ നെഗറ്റീവും അതും കൂടി ക്യാൻസൽ ചെയ്ത് പ്ലസ് ഒമേഗ സ്ക്വയർ ആകും. ഓക്കെ, സോ ദിസ് ഈസ് എക്സ് ഓഫ് ജെ ഒമേഗ 2a ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഈ സ്റ്റെപ്പുകളൊക്കെ ക്ലിയർ ആണോ? ഏതെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടോ? ഒന്ന് ഈച്ച് സ്റ്റെപ്പ് ഒന്ന് നോക്കിയേ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇ റേസ് ടു 0 ഈക്വൽ ടു 1 ആണ്, ഇ റേസ് ടു ഇൻഫിനിറ്റി ഈക്വൽ ടു 0 ആണ്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. Is it okay? Clear അല്ലേ? യെസ്. ബോയ്സിന്റെ കേസ് എങ്ങനെയാ? ഡൊമിനിക് ക്ലിയർ ആണോ? ആദിൽ, വിഷ്ണു പ്രകാശ്? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടി? എക്സ് ഓഫ് ജെ ഒമേഗ ഇസ് ഈക്വൽ ടു 2a ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഓക്കെ, സോ വി ആർ ഫൈൻഡിങ് ദ we have already find out the Fourier transform of e raised to minus a of mod t. Okay, അപ്പം അത് ഫൈൻഡ് ഔട്ട് ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്യണം? മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം, ഫേസ് സ്പെക്ട്രം കണ്ടുപിടിക്കണം. ഓക്കെ,
സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് മോഡ് എക്സ് ഓഫ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എക്സ് ഓഫ് ജി ഒമേഗ ആൻഡ് ആംഗിൾ എക്സ് ഓഫ് ജി ഒമേഗ. Okay, and what is mod x of j omega? That is mod 2 divided by a square plus omega square. Okay, here imaginary part ഉണ്ടോ ഈ ഒരു ടേമിൽ? 2 by a square plus omega square ആണ്. ഇമേജിനറി പാർട്ട് ഉണ്ടോ? ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണോ, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് വാല്യൂ ആണോ? ഇമേജിനറി പാർട്ട് ഉണ്ടോ? നോ, ജെ ടേംസ് എവിടെയും ഇല്ല അല്ലേ. സോ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? 2 by a square plus omega square itself. ഓക്കെ, അപ്പൊ എക്സ് ഓഫ് ജെ ഒമേഗ എന്താണ്? 2 by a square plus omega square തന്നെയാണ്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ ആംഗിൾ? ആംഗിൾ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? ഓക്കെ, 2a ആണ്. റൈറ്റ്, 2a ആണ്. 2a divided by a square plus omega square. 2a divided by a square plus omega square. Okay, and what is the angle? Angle tan inverse imaginary part by real part ആണ് അല്ലേ. ഇമേജിനറി പാർട്ട് ഇവിടെ പാർട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ 0 ഡിവൈഡഡ് ബൈ എന്ത്? 2a divided by a square plus omega square. Okay, and what is tan inverse 0 by ഒരു പെർട്ടിക്കുലർ വാല്യൂ? ദാറ്റ് ഇസ് tan inverse 0 അല്ലേ. 0 by എന്ത് വാല്യൂ വന്നാലും 0 ആണ്. സോ tan inverse 0. tan inverse 0 എന്താണ്? 0 ആണ്. ഓക്കെ, സോ ഇതിനെന്താണ്? ഒരു ഫേസ് സ്പെക്ട്രം ഇല്ല. ഫേസ് സ്പെക്ട്രം, നോ ഫേസ് സ്പെക്ട്രം. ഇവിടെ ഫേസ് സ്പെക്ട്രം എന്താണ്? ഇല്ല. ഓക്കെ, ബിക്കോസ് tan inverse 0, ആ ആംഗിൾ കിട്ടുന്നത് 0 ആണ്. അപ്പോൾ അതിനൊരു ഫേസ് സ്പെക്ട്രം ഇല്ല. അപ്പോൾ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് സ്പെക്ട്രം വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ പോലെ ടേബിൾ പ്ലോട്ട് ചെയ്യുക. ഒമേഗക്ക് ഡിഫറെന്റ് വാല്യൂസ് കൊടുക്കുക. മോഡ് എക്സ് ഓഫ് ജി ഒമേഗ, ഹിയർ ഒമേഗ, ഹിയർ മോഡ് എക്സ് ഓഫ് ജെ ഒമേഗ. ഇവിടെ എന്താണ്? മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രേ ഉള്ളൂ, ഫേസ് സ്പെക്ട്രം ഇല്ല. ബിക്കോസ് ആംഗിൾ എക്സ് ഓഫ് ജി ഒമേഗ ഇസ് ഈക്വൽ ടു 0 ആണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫേസ് സ്പെക്ട്രം വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഒമേഗക്ക് നമുക്ക് ഡിഫറെന്റ് വാല്യൂസ് കൊടുക്കാം. -∞ കൊടുക്കാം, -2 കൊടുക്കാം, അല്ലെങ്കിൽ -1, -3 ഏത് വാല്യൂയും കൊടുക്കാം. 0 കൊടുക്കാം, 2 കൊടുക്കാം, ഇൻഫിനിറ്റി കൊടുക്കാം. ഇങ്ങനെ നമുക്ക് റാൻഡം വാല്യൂസ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇഫ് യു ആർ പുട്ടിംഗ് -∞, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മോഡ് എക്സ് ഓഫ് ജി ഒമേഗ? ഒമേഗ സ്ക്വയറിന് -∞ സ്ക്വയർ വരും. ഇപ്പൊ 2a ഡിവൈഡഡ് ബൈ a സ്ക്വയർ പ്ലസ് -∞ സ്ക്വയർ വരും. ഓക്കെ, ഇഫ് ഒമേഗ ഇസ് ഈക്വൽ ടു -∞, മോഡ് എക്സ് ഓഫ് ജെ ഒമേഗ ഇസ് ഈക്വൽ ടു വാട്ട്? 2a by a square plus -∞ square. Okay, that is equal to what? Infinity. Sorry, that is equal to what? 0. Because 1 by infinity 0. So 0 വരും. So നമുക്ക് ഇവിടെ എന്ത് വരും? 0 വരും. And next, omega is equal to -2. Then mod x of j omega is equal to 2a divided by a square plus -2 whole square. That is equal to 2a divided by a square plus 4 square. Okay, so if the value of omega is -2, then corresponding value of x of mod x of j omega is 2a divided by a square plus 4 square. Okay, and if omega is equal to and if omega is equal to 0, then x of mod x of j omega is equal to 2a divided by a square plus 0 square. Okay, that is equal to 2a by a square. That is equal to 2 by a. Okay, ഓരോ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. 2 by a. And what will be the value when omega equal to 2? That is equal to 2a by a square plus 4 square. And what will be the value when omega is equal to infinity? That will again 0. Okay, so these are the values.
സോ ഈ ഒരു വാല്യൂസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് സ്പെക്ട്രം പ്ലോട്ട് ചെയ്യാം. ഓക്കെ, സോ ഡ്രോ ദ ആംപ്ലിറ്റ്യൂഡ് സ്പെക്ട്രം. We will take y-axis mod x of j omega and x-axis as omega, and the spectrum will be like this. Okay, and what is the value here? When omega equal to 0, its value is 2 by a. So here 2 by a. Okay, and ഏതെങ്കിലും ഒരു ഇപ്പം ഇവിടെ -2ലാണെങ്കിൽ ഇവിടെ എന്തായിരുന്നു വാല്യൂ വരിക? 2a by a square plus 4 square. ഓക്കെ, ഇവിടെയാണെങ്കിൽ +2 ആണെങ്കിൽ 2a by a square plus 4 square. നമുക്ക് റാൻഡം വാല്യൂസ് എടുക്കാം. ഇപ്പം വേണമെങ്കിൽ -∞, 0 ആൻഡ് +∞, ആ 3 വാല്യൂസ് എടുത്താൽ മതിയാകും. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ 2, -1, -1, -2, 1, 2 അങ്ങനെ ഡിഫറെന്റ് വാല്യൂസ് എടുക്കാം. ഓക്കെ, ഇത് -∞ ആകുന്ന സമയത്ത് 0ലേക്ക് ടെൻഡ് ചെയ്യും, +∞ ആകുന്ന സമയത്തും 0ലേക്ക് ടെൻഡ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് ദ magnitude spectrum. Here there is no phase spectrum. എന്തുകൊണ്ടാണ്? Because angle x of j omega is equal to 0 ആണ് നമുക്ക് കിട്ടിയത് അല്ലേ? ഫേസ് സ്പെക്ട്രം ഇല്ല, മാത്രമേ ഉള്ളൂ. സോ നമ്മൾ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം ഫോർ ഡിഫറെന്റ് വാല്യൂസ് ഓഫ് ഒമേഗ നമ്മളത് x of j omega ഫൈൻഡ് ഔട്ട് ചെയ്തു ആൻഡ് ഫൈനലി പ്ലോട്ട് ദ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം. Okay, is it clear?